കെ ശൈലജയ്ക്ക് മട്ടന്നൂർ സീറ്റ് നൽകാതെ CPIM. പകരം പേരാവൂരിൽ മത്സരിപ്പിക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനം. ശൈലജ സണ്ണി ജോസഫ് പോരാട്ടത്തിലൂടെ താരമണ്ഡലമായി പേരാവൂർ. സ്ഥാനാർത്ഥി ആരായാലും പേരാവൂരിൽ വിജയമുറപ്പെന്ന് കെ ശൈലജ. കെ ശൈലജയെ 2011 പോരാട്ടം ഓർമ്മിപ്പിച്ച് സണ്ണി ജോസഫ്. മുമ്പും സൗഹൃദ മത്സരം നടത്തിയിട്ടുണ്ടല്ലോ എന്ന് പ്രതികരണം. UDFന് വൻ വിജയമുറപ്പെന്നും പ്രഖ്യാപനം. തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിക്കുന്നത് കെ ശൈലജയെ ഒഴിവാക്കുന്നതിന് തുല്യമെന്ന് VD സതീശൻ. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് മട്ടന്നൂരിൽ സ്ഥാനാർത്ഥി. MV ഗോവിന്ദന് പകരം തളിപ്പറമ്പിൽ ഭാര്യ PK ശ്യാമള മത്സരിക്കും. AN ഷംസീറിന്റെ തലശ്ശേരിയിൽ കാരായി രാജൻ. കല്യാശ്ശേരിയിൽ M വിജിനും അഴീക്കോട് KV സുമേഷും പയ്യന്നൂരിൽ TI മധുസൂദനനും വീണ്ടും മത്സരിക്കും. മന്ത്രി വീണ ജോർജ് ആറന്മുളയിൽ വീണ്ടും CPIM സ്ഥാനാർത്ഥി. കോന്നിയിൽ ജനീഷ് കുമാർ തന്നെ. പാലക്കാട് ജില്ലയിൽ 7 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ്. നെന്മാറയിൽ K ബാബുവിന് ഇളവ്. ആലത്തൂരിൽ 2 ടേം പൂർത്തിയായ KD പ്രസേനൻ മാറും. പാലക്കാട് സീറ്റിൽ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിൽ ജില്ലാ കോൺഗ്രസിൽ കടുത്ത അതൃപ്തി. ഷാഫി പറമ്പിലിന്റെ നോമിനിയെ വീണ്ടും എത്തിക്കുന്നതിൽ ഒരു വിഭാഗത്തിന് എതിർപ്പ്. പിഷാരടി കരുത്തനായ സ്ഥാനാർത്ഥിയല്ലെന്നും വിമർശനം. പാലക്കാട് പിഷാരടിയെ പരിഗണിക്കുന്നുവെന്ന് സ്ഥിരീകരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തീരുമാനങ്ങളായിട്ടില്ല. തീരുമാനം നമ്മുടെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, സ്ക്രീനിങ് കമ്മിറ്റിയിൽ വെച്ച് പിന്നെ അത് അവിടെ കൊണ്ടുപോയി അവിടെ നമ്മൾ പാലക്കാടത്തെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. നമ്മൾ പലരെയും പരിഗണിക്കുന്നുണ്ട്, അതൊന്നും ഞാൻ ഇല്ലയെന്ന് പറയുന്നു. മന്ത്രി വീണ ജോർജിന് പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ കേസിൽ KSU നേതാക്കൾക്ക് ജാമ്യമില്ല. ജാമ്യാപേക്ഷ തള്ളി കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. വീണ ജോർജിനെതിരെ സമരവുമായി മുന്നോട്ടെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ടത് ഈ മന്ത്രിയുടെ ഈ വാദഗതികളാണ്. പൊള്ളയായിട്ടുള്ള, തെറ്റായിട്ടുള്ള, വ്യാജമായിട്ടുള്ള വാദഗതികളാണ്. അപ്പോൾ അത് തിരുത്താൻ ഇനിയെങ്കിലും മന്ത്രി തയ്യാറായില്ലെങ്കിൽ ഈ അക്രമങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു പോകട്ടെ. KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ശേഷം ആദ്യമായി പൊതുവേദിയിലെത്തിയ ആരോഗ്യമന്ത്രി. പത്തനംതിട്ടയിൽ ആരോഗ്യം ആനന്ദം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാനെത്തിയത്. കഴുത്തിൽ കോളർ ധരിച്ച് പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാൻ ശ്രമമെന്ന് വീണ ജോർജ്. ഓൺലൈനായി മന്ത്രി പങ്കെടുത്ത പരിപാടിയിലും കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ഉച്ചപൂജയ്ക്ക് ശേഷം ദേവിക്ക് പൊങ്കാല നിവേദിച്ചതോടെ ചടങ്ങുകൾക്ക് പൂർത്തീകരണം. ചടങ്ങുകൾക്ക് മുൻ വർഷത്തേക്കാൾ ജനപങ്കാളിത്തം. പൊങ്കാലയിട്ട് സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രമുഖരും. ജീവനക്കാർക്ക് വീണ്ടും വാട്സ്ആപ്പ് സന്ദേശം അയക്കുന്നതിന് ഹൈക്കോടതിയോട് അനുമതി തേടി സർക്കാർ. CMDRF-ലേക്ക് സംഭാവന ചെയ്തവർക്ക് നന്ദി അറിയിക്കാനെന്ന് വാദം. സന്ദേശം അയക്കുന്നത് വയനാട്ടിലെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതോടെയെന്നും സർക്കാർ. ഓപ്പറേഷനിടെ വയറ്റിൽ കുടുങ്ങിയ കത്രിക നീക്കിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉഷ ജോസഫ് പുന്നപ്രയിലെ വീട്ടിലെത്തി. ഇപ്പോഴും കടുത്ത വേദനയുണ്ടെന്ന് ഉഷ. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. സ്വന്തമായൊരു വീടെന്നത് സ്വപ്നമെന്നും ഉഷ ന്യൂസ് മലയാളത്തോട്. എലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ചൊല്ലി കോഴിക്കോട് NCP-യിൽ പരസ്യ തർക്കം. മുക്കം മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റിയിൽ പ്രമേയം. 3 പേർ ഒഴികെ എല്ലാവരും പ്രമേയത്തെ പിന്തുണച്ചെന്ന് മുക്കം മുഹമ്മദ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ EDയുടെ ചോദ്യമുനയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസു. ചോദ്യം ചെയ്യൽ കൊച്ചിയിലെ ED ഓഫീസിൽ. ED രജിസ്റ്റർ ചെയ്ത കേസിൽ വാസു 4ാം പ്രതി. തന്ത്രി കണ്ഠരര് രാജീവർ നാളെ ED ഓഫീസിൽ ഹാജരായേക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 90-ാം വയസ്സിൽ അന്ത്യം. ഉണ്ണികൃഷ്ണൻ വടകരയെ പാർലമെന്റിൽ പ്രതിനിധീകരിച്ചത് 25 വർഷം. വിടവാങ്ങിയത് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തനായ വക്താവെന്ന് മുഖ്യമന്ത്രി.
മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ അപകട മരണത്തിൽ വിമാന കമ്പനിക്കെതിരെ ഗുരുതര ആരോപണവുമായി മകൻ ജയ് പവാർ. വിമാനം പറക്കുന്നതിനിടെ VSR വെഞ്ചേഴ്സ് ഉടമ പൈലറ്റിന്റെ സീറ്റിലിരുന്ന് ഉറങ്ങിയെന്ന ആരോപണം. നടന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെന്ന് ജയ്. പശ്ചിമബംഗാളിൽ BJP അധികാരത്തിലെത്തിയാൽ നുഴഞ്ഞുകയറ്റക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ. അസമിൽ നടപ്പാക്കിയത് ബംഗ്ലാദേശികളെ കണ്ടെത്തി നാടുകടത്തുക എന്ന മാതൃക. അസം മാതൃക ബംഗാളിലും ആവർത്തിക്കുമെന്നും നിതിൻ നബീൻ. വർണ്ണാഭമായ ഹോളി ആഘോഷങ്ങളിലേക്ക് കടന്നു ഉത്തരേന്ത്യ. നിറങ്ങളിൽ ആറാടി ജയ്പൂരും വാരണാസിയും പുഷ്കറും. ഓഫീസുകളിലും സ്കൂളുകളിലും ചായങ്ങൾ വിതറിയും മധുര പലഹാരങ്ങൾ കൈമാറിയും ആഘോഷം. മെക്സിക്കോയിൽ സൈന്യം കൊലപ്പെടുത്തിയ ലഹരി മാഫിയ തലവൻ എൽമൻ ജോയ്ക്ക് ആഡംബര സംസ്കാരം ഒരുക്കി ഉറ്റവർ. അന്ത്യവിശ്രമം ഒരുക്കിയത് പൂക്കളാൽ അലങ്കരിച്ച സ്വർണ്ണ നിറത്തിലുള്ള ശവമഞ്ചത്തിൽ. സംസ്കാര ചടങ്ങുകൾ നടന്നത് സൈന്യത്തിന്റെ സാന്നിധ്യത്തിൽ. T20 ലോകകപ്പിൽ സെമി ഫൈനലിന് ഒരുങ്ങുന്ന ഇന്ത്യയ്ക്ക് ആശങ്ക. ഹെൽമറ്റ് വലിച്ചെറിഞ്ഞതിന് സഞ്ജു സാംസണിനെതിരെ ICC നടപടിക്ക് സാധ്യത. കുറ്റക്കാരനെന്ന് കണ്ടാൽ ഡീമെറിറ്റ് പോയിന്റും പിഴയും വന്നേക്കാം. പരിശോധിക്കാൻ തീരുമാനിച്ചാലും വിലക്കിന് സാധ്യതയില്ല. സഞ്ജുവിന്റെ ആഘോഷം 97 റൺസുമായി ടീമിനെ ജയത്തിലെത്തിച്ച ശേഷം. T20 ലോകകപ്പ് സെമി ആവേശത്തിലേക്ക്. ടീമുകൾ കഠിന പരിശീലനത്തിൽ. നാളെ ആദ്യ സെമിയിൽ അപരാജിതരായ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. ഇംഗ്ലണ്ടിനെ നേരിടുന്ന ഇന്ത്യയും അവസാനവട്ട ഒരുക്കത്തിൽ. മത്സരം മറ്റന്നാൾ വാങ്കഡയിൽ. കോപ്പ ഡെൽ റേയിൽ ബാഴ്സലോണയ്ക്ക് ജീവൻ മരണ പോരാട്ടം. 4 ഗോളിന് പിന്നിലുള്ള ബാഴ്സ രണ്ടാം പാദ മത്സരത്തിൽ അത്ലറ്റിക്കോയെ നേരിടും. മത്സരം പുലർച്ചെ 1:30 ക്യാമ്പ് നൗവിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ജയം തുടരാൻ ലിവർപൂൾ.